പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മനുഷ്യനിങ്ങനെ നടന്നു പോകാൻ എൻ്റെ കൈ അയാൾക്ക് ഉപകാരപ്പെടലാണ് എൻ്റെ കയ്യിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത്. ഒന്ന് വന്ന് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ അങ്ങോട്ടൊന്ന് പോയി കാണലാണ് എൻ്റെ കണ്ണിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമല്ലേ, അതിന് കുറച്ചുകൂടെ ആഴം കൈവരും എന്നുള്ളതാണ്. ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യന്മാരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പരകോടി മനുഷ്യർ ജീവിച്ചില്ലേ? ആയുസ് കിട്ടിയ മനുഷ്യന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷെ ചില മനുഷ്യന്മാര് മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കും. അതൊരു ജീവിതമായിരുന്നു. വരാനിരിക്കുന്ന തലമുറകളുടെ നെഞ്ചിൽ ആ മനുഷ്യൻ അങ്ങനെ ഉണ്ടാവും. പോവാൻ സമ്മതിക്കൂല മനുഷ്യന്മാര്, അയാളെ വിടൂല. ഓർമ്മകളായി മനുഷ്യരുടെ പിന്നാലെ പിന്തുടരും. തലമുറകളിലേക്ക് ആ പേര് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതെന്താണെന്ന് അറിയോ? അവര് നമ്മളെ പോലെ തന്നെ ജീവിച്ചതാ. പക്ഷെ ആ ജീവിതം ഉണ്ടല്ലോ, അർത്ഥപൂർണമായ ജീവിതമായിരുന്നു. എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യും. ചില ആളുകൾ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതാ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച്, മലപ്പുറം ജില്ലയിലെ മമ്പാട് ഒരു കോളേജിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയ സമയത്ത് കോളേജിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുമ്പ് ഒരാളൊരു വണ്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ടപ്പോ ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു സൂചന തന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കോളേജിന്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ വീട്ടിലൊന്ന് കയറാമോ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും കയറാമെന്ന് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുന്നിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ സ്കൂളിൽ വിടാൻ വേണ്ടി പോവുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. കുറച്ചു നേരം പുറത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് പിന്നെ അകത്തേക്ക് ഇരുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഞങ്ങൾക്ക് ഫാൻ ഇട്ട് തന്നു. അപ്പൊ നമ്മൾ അവരെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു അവരോട്. അപ്പൊ എന്ത് പറയണം? തിരിച്ചു പറയണം. അഭിവാദ്യം തിരിച്ചു തരണം, പ്രത്യഭിവാദ്യം ചെയ്യണം. ഇവരങ്ങനെ ചെയ്തില്ല. ഇവരിങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം വരുമല്ലോ. സലാം മടക്കാത്ത എന്താണ്, പ്രത്യഭിവാദ്യം ചെയ്യാത്തത് എന്താന്ന് വരുമല്ലോ. അങ്ങനെ ഒരു വിഷമം നമുക്ക് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, അവര് സലാം തിരിച്ചു പറയാത്തതിൽ നിങ്ങൾക്ക് വിഷമിക്കരുത് കേട്ടോ, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർ ചിരിച്ചില്ലേ? ആ ചിരിയായിരുന്നു വാലൈക്കും അസ്സലാം. നാവുകൊണ്ട് വർത്താനം പറയാൻ കഴിയാത്ത ആളാ, സംസാരിക്കാൻ കഴിയാത്ത ആളാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അത് നിങ്ങളുടെ ഭാര്യയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭാര്യയല്ല, ഭാര്യയുടെ അനിയത്തിയാണ്. ഓ, അവര് വിരുന്ന് വന്നതാണോ? അല്ല, അവരിവിടെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതോ എന്താണെന്നറിയോ? ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല, അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോളുണ്ട്, മോൾക്കും സംസാരിക്കാൻ കഴിയില്ല, അവർക്കൊരു മോനുണ്ട്, മോന് സംസാരിക്കാൻ കഴിയും. പക്ഷെ കോവിഡിന്റെ സമയത്ത് ഈ കുട്ടിക്ക് സംസാരിക്കാൻ ആരുമില്ല. കോളേജില്ല, ഗ്രൗണ്ടില്ല, അങ്ങാടിയില്ല, സ്കൂളില്ല, ഒന്നുമില്ലല്ലോ. ഇവര് സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ ഇവൻ ഒറ്റയ്ക്കിരുന്ന് അവന് പതുക്കെ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി. ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഇവര് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോയി. ഇത് ആരറിഞ്ഞു? ഇദ്ദേഹം അറിഞ്ഞു. ഈ വീട്ടുകാരനില്ലേ, ഇദ്ദേഹം അറിഞ്ഞു. ഇദ്ദേഹം അറിഞ്ഞ പാടെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. അങ്ങനെ ആ കുടുംബത്തെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചതാ. 4 ആളുകളുള്ളൊരു കുടുംബത്തെ അദ്ദേഹം ഈ വീട്ടിലേക്ക് വിളിച്ച് അവരിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. എന്നോട് ഈ പറയണത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ പറയണത് ആരാന്നറിയോ? കയ്യും കാലും ഇല്ലാത്ത ഒരു മനുഷ്യൻ. കയ്യുമില്ല, കാലുമില്ല. അദ്ദേഹം ഓടിക്കുന്ന വണ്ടിയില്ലേ, അതിങ്ങനെ താടിയുടെ ഭാഗം കൊണ്ട് ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന സ്കൂട്ടറാണ്. PP റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മമ്പാട് എന്ന സ്ഥലത്ത് പോയാൽ അദ്ദേഹത്തെ കാണാം. അദ്ദേഹം ഇങ്ങനെ ആ 4 ആളുകളുള്ള കുടുംബത്തെ വിളിച്ച വീടില്ലേ, ക്ഷണിച്ചു കൊണ്ടുവന്ന വീടില്ലേ, 2 ചെറിയ മുറികളുള്ളൊരു വീടാണ്, ചെറിയൊരു വീടാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി കെട്ടിക്കൊടുത്ത വീടാണ്. ഇദ്ദേഹത്തിന് എന്താ ജോലി എന്നറിയോ? ഒരു ഹെൽത്ത് സെന്ററിൽ
സ്വീപ്പറാണ് ഇദ്ദേഹം. 14,000 രൂപയാണ് ശമ്പളം. ആ ജോലി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ലല്ലോ, വേറെ ആളെ ഏൽപ്പിച്ചു. അയാളാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ശമ്പളത്തിന്റെ പകുതി അയാൾക്ക് കൊടുക്കണം. പിന്നെ ബാക്കി എത്ര ഉണ്ടാവും? അതിലേക്കാണ് ഒരു കുടുംബത്തെ ഇങ്ങനെ ക്ഷണിക്കുന്നത്. ഇതെന്താണെന്നറിയോ? അർത്ഥപൂർണമായ ജീവിതം എന്നാണ്. അർത്ഥപൂർണമായ. പഴയകാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ സന്യാസത്തിന് പറഞ്ഞയക്കാറുണ്ടായിരുന്നു, അല്ലേ? സന്യാസത്തിന് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അത് നേർച്ചയാക്കുക ചെയ്യാം. എനിക്കൊരു ആൺകുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ സന്യാസത്തിലേക്ക് വിടും എന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കും. അങ്ങനെ സന്യാസത്തിലേക്ക് വിടാൻ തീരുമാനിച്ച കുട്ടിയില്ലേ, ആ കുട്ടി ഒരു കൗമാരത്തിൽ എത്തുന്ന സമയത്ത് ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന്റെ പേരെന്താണെന്നറിയാം? ഉപനയനം എന്നാണ് ആ ചടങ്ങിന്റെ പേര്. ഉപനയനം എന്നാ പറയുക. ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം എന്ന പഴയ നമ്മുടെ പാട്ടിലൊരു വരിയുണ്ട്. ഉപനയനം, കൗമാരത്തിൽ ചെയ്യുന്നവർ. ഈ ഉപനയനത്തിന്റെ ചടങ്ങിന്റെ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനില്ലേ, ഈ സന്യാസത്തിലേക്ക് പോകുന്ന കുട്ടിയുടെ അച്ഛൻ വേറൊരു കാര്യം കൂടി ചെയ്യണം. അതെന്താണെന്നറിയോ? അത് അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ അദ്ദേഹം ദാനം ചെയ്യണം. ഏറ്റവും വലിയ സമ്പത്താണ് ദാനം ചെയ്തത് കുഞ്ഞ് പോരാ, അദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹം ദാനം ചെയ്യണം. അങ്ങനെ കുഞ്ഞിനെയും സമ്പത്തിനെയും ദാനം ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ കിട്ടുന്ന ഒരു പേരുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാറി. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? വിശ്വജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും നേടിയ ആള് എന്നാണ്. ലോകം മുഴുവനും ജയിച്ചടക്കിയ ആള് എന്നാണ്. ആർക്കാണ് ഈ പേര് കൊടുക്കണമെന്നറിയോ? എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ്. നഷ്ടപ്പെട്ട മനുഷ്യനല്ല, നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ്. എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് കൊടുക്കണ പേര് എല്ലാം നേടിയ മനുഷ്യൻ എന്നാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വക്കീലായി, നല്ല സ്ഥാനത്തിലായി. ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി, അവിടെയും പേര് കേട്ട വക്കീലായി. അദ്ദേഹം സ്വന്തമായി ഒരു വലിയ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വലിയ ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. കുറച്ചു കാലം അദ്ദേഹം പൈസയൊക്കെ ഉണ്ടാക്കി. പിന്നെ അദ്ദേഹം ആലോചിച്ചു, ഇനി മതി, നാട്ടിലേക്ക് തിരിച്ചു പോകാം. കാരണം നാട്ടിലെ ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ നേരിടാൻ അവർക്ക് നല്ല നേതാക്കളില്ല. അതുകൊണ്ട് അവരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം ആദ്യം കാണാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ഗോഖലയെ കാണാൻ പോയപ്പോൾ ഗോഖലെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യയെ പഠിക്കണം. അതിനെന്ത് വേണം? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നാട് കാണാൻ വേണ്ടി ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആ യാത്ര തമിഴ്നാട്ടിലൂടെ പോകുന്ന സമയത്ത്, മധുരയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ വൈഗാ നദിയുണ്ട്. ആ നദിയുടെ തീരത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, എനിക്കൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്, നദിയിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കൂട്ടത്തിലുള്ള ആരോടോ പറഞ്ഞു, നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൂ, അവിടെ ആരെങ്കിലും ഉണ്ടോ, സ്ത്രീകൾ ആരെങ്കിലും കുളിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്ന് ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൂടെയുള്ള സ്ത്രീകൾ ഇറങ്ങി നോക്കുമ്പോൾ ശരിയാണ്, അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവര് കുളി കഴിഞ്ഞ് കയറി വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. കുറേ സമയം കാത്തിരുന്നിട്ടും ആ സ്ത്രീ കയറി വരുന്നില്ല. ഒരുപാട് സമയമായിട്ട് അവർ കയറി വരുന്നില്ല. അപ്പൊ കൂടെയുള്ള സ്ത്രീകളെ അവർ പറഞ്ഞയച്ചു, എന്താണ് ആ സ്ത്രീ കയറി വരാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചെന്ന് നോക്കിയ സ്ത്രീകൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീ കയറി വരാത്തത് എന്താണെന്നറിയോ? അവർക്ക് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ. ആ വസ്ത്രം അവർ അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി അവർ വെള്ളത്തിലിങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. ആ വസ്ത്രം ഉണങ്ങിയിട്ട് വേണം അവർക്ക് കയറി പോവാൻ. ഉടുത്ത വസ്ത്രത്തിന് മറ്റൊരു വസ്ത്രം അവർക്കില്ല. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ? ഇദ്ദേഹത്തിന്റെ മേൽക്കുപ്പായ അഴിച്ചു. മേൽക്കുപ്പായ ഇങ്ങനെ അഴിച്ചിട്ട് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കൊടുക്കുമോ, ഇനി അവരതിട്ടോട്ടെ എന്ന് പറഞ്ഞു. ആ വൈഗാ നദിയുടെ തീരത്ത് വെച്ച് ആ മനുഷ്യൻ വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാർക്കും
ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല എന്ന്. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ഗോഡ്സെയുടെ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലും മേൽക്കുപ്പായം ഇടാൻ കഴിയില്ലായിരുന്നു. അത്രയേറെ ദുർബലരായ മനുഷ്യർ രാജ്യത്ത് വസിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ കുട്ടിക്ക് എങ്ങനെ ഉമ്മ കൊടുക്കുക? ഒരു ചെറിയ കുഞ്ഞിന് നമ്മൾ എങ്ങനെ ഉമ്മ കൊടുക്കുക? ആ കുട്ടി ഇങ്ങോട്ട് വരൂലല്ലോ, നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുക. ഇതാണ് ദുർബലരോടുള്ള സമീപനം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർ, കൈകൊണ്ടോ കാലുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കണ്ണുകൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരിലേക്ക് നമ്മുടെ കണ്ണെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നു. അതാണ് ലോകം കണ്ട വലിയ വലിയ മനുഷ്യന്മാരില്ലേ, ലോകം കണ്ട വലിയ മനുഷ്യന്മാരൊക്കെ ചിന്തിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ചുകൊള്ളൂ. ലോകം കണ്ട വലിയ മനുഷ്യന്മാരൊക്കെ ചിന്തിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. പ്രവാചകന്മാരായിരുന്നാലും സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നാലും ആരെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അപ്പോഴാണ് അവരുടെ ജീവിതം ഇങ്ങനെ മാറാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു ആശുപത്രിയിൽ ഒരു അച്ഛൻ വയ്യാതെ കിടക്കുക, തീരെ വയ്യ. ആ അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നഴ്സുണ്ട്. നഴ്സ് അച്ഛനെ പരിചരിച്ചു കൂടെ തന്നെ ഉണ്ട്. വൈകുന്നേരം ആയപ്പോൾ ആ നഴ്സ് പോയിട്ട് വേറെ നഴ്സ് വന്നു. പുതിയ നഴ്സ് ചാർജ് എടുത്തപ്പോൾ തന്നെ ആ നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അച്ഛന് തീരെ വയ്യ. മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ അച്ഛൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നഴ്സ് അച്ഛൻ്റെ ചെവിയിൽ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ മോന് പുറത്തിരിക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം അദ്ദേഹത്തിന് അത് കേൾക്കുന്നുമില്ല. അപ്പോൾ ഈ നഴ്സ് എന്താ ചെയ്യുന്നതെന്നറിയോ? പുറത്തേക്ക് ഓടിപ്പോയിട്ട് ആ മകനെ വിളിച്ചിട്ട് മകനോട് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛന് തീരെ വയ്യ. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, അച്ഛന് തീരെ വയ്യ. ഇയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് കൂടെ തന്നെ നിന്നു. ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഓടി വന്ന് എല്ലാവരും അവിടെ ഇങ്ങനെ കൂടി നിൽക്കുക. ആ സമയത്ത് ഈ മകൻ ഇങ്ങനെ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ നഴ്സിനോട് ഒരു ചോദ്യം. ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്ന് പോയി. എന്താ ചോദിച്ചതെന്നറിയോ? ഇതാരാണ്? ഇപ്പം നിങ്ങളുടെ അച്ഛനല്ലേ? ഇല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലാണ്. പിന്നെന്തിനാ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത്? എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഓടി വന്നു. നഴ്സിനൊന്നും പറയാൻ കിട്ടില്ല. നഴ്സ് ഇങ്ങനെ കൈ കൂപ്പി നിന്നു, കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, താങ്ക് യു, മരിച്ചാലും മറക്കൂല. എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. ഇത്രയും മനുഷ്യര് ഈ സന്ധ്യാനേരത്ത് വേറെയുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ച് ഈ മുറ്റത്ത് തടിച്ചുകൂടിയത് എന്തിനാ? നമ്മളെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത, നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരൊന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്ന് പോലും ആലോചിക്കാൻ ശേഷിയില്ലാത്ത ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി നീക്കിവെക്കുന്ന നമ്മുടെ നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങൾ അർത്ഥപൂർണമായ നിമിഷങ്ങളായി മാറുന്നു. ബൈബിളിലൊരു വാക്കുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിലെ 2 വചനങ്ങളിൽ ഒരു വചനമാണ്. എന്താണെന്നറിയോ? ഒരാൾ തനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യമാണ്. ഒരാൾ തനിക്ക് വേണ്ടി ചെലവഴിച്ച ഏറ്റവും നല്ല സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത കുറച്ച് സമയമാണ്. ഒരാൾ തനിക്ക് വേണ്ടി ചെലവഴിച്ച ഏറ്റവും നല്ല പണം മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഖുർആനിലൊരു വചനമുണ്ട്,
ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അന്യായമായി കൊന്നുകളഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും കൊന്നതുപോലെയാണ്, കൊലപ്പെടുത്തിയതുപോലെയാണ്. കേട്ടിട്ടില്ലേ? അല്ലേ? ഒരാളെ കൊലപ്പെടുത്തിയാൽ ലോകത്തുള്ള എല്ലാവരെയും കൊലപ്പെടുത്തിയതുപോലെയാണ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ശേഷം വേറൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? ആരെങ്കിലും വേറെ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്കാർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ കഴിയോ? ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയോ? ജീവൻ കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇത്. താങ്ക് യു.